സോണിയാഗാന്ധിയുടെ മരുമകൻ, രാഹുൽ ഗാന്ധിയുടെ അളിയൻ, ഇന്നലെ ഇവിടെ പ്രചരണത്തിന് വന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര തന്റെ ഭൂമി കുംഭകോണ കേസ് അവസാനിപ്പിക്കാൻ DLF എന്ന കമ്പനിയുടെ കൂടെ ചേർന്നുള്ള ആ കേസിൽ ഈ റോബർട്ട് വദ്ര 170 കോടിയാണ് BJPയുടെ ഇലക്ട്രൽ ഫണ്ടിൽ കൊടുത്തിരിക്കുന്നത്. BJPക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കാശ് കൊടുത്തത് രാജ്യത്ത് BJP എതിർക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ കുടുംബത്തിലെ ഇപ്പൊ കോൺഗ്രസിന് പ്രധാനമന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അളിയൻ, ആ വീട്ടിൽ നിന്ന് 170 കോടി രൂപ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുത്തു. ആരാണ് BJPയുടെ ആൾ? നമ്മുടെ സംസ്ഥാനത്തടക്കം രാജ്യത്തെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. 7 ഘട്ടങ്ങളിലായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ സന്ദേഹമുയർത്താത്ത തരത്തിലുള്ള പ്രത്യേക ഒരു പരിതസ്ഥിതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരാകും ഭരിക്കുക, ആർക്കായിരിക്കും ഭരണം കിട്ടുക എന്ന് മാത്രമായിരുന്നു നമ്മുടെ നാട്ടിലെ ആളുകൾ ചിന്തിച്ചിരുന്നതെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം, തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെ ഒരു ഇന്ത്യ തന്നെ ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പിന് ശേഷം ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ പറ്റി നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമോ എന്ന ആശങ്ക നമ്മുടെ രാജ്യത്ത് പല കോണുകളിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞ 10 ആണ്ട് കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിന് സാധിച്ചു എന്നിടത്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതീവ പ്രസക്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യം 1947 സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യപ്രാപ്തിയോടനുബന്ധിച്ച് നമുക്കൊരു ഭരണഘടന വേണമെന്ന് ഭരണഘടനാ ശില്പികൾ, ഭരണഘടനാ നിർമ്മാണ സഭ, ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായ ഭരണഘടനാ നിർമ്മാണ സഭ, അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നിരവധി ഭരണഘടനകൾ പഠിച്ചു. നിരവധിയായ ചർച്ചകൾ രാജ്യത്തെമ്പാടും സംഘടിപ്പിച്ചു. നിരവധിയായ നിർദ്ദേശങ്ങൾ പലരിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ ബഹുജനങ്ങളുടെ ആകെ നിർദ്ദേശങ്ങൾ ലോകത്താകെയുള്ള ഭരണഘടനകളൊക്കെ പഠിച്ച് അതിലേറ്റവും മെച്ചമെന്ന് അവർക്ക് തോന്നിയതിനെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. ആ ഭരണഘടനയുടെ സത്തയെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞാൽ, ഏറ്റവും ദുർബലനെ കൂടി സർവശക്തന്മാർ അംഗീകരിക്കുന്ന മാന്യമായ ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയായിരുന്നു നമ്മുടെ ഭരണഘടന. നമ്മുടെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിക്കൊണ്ട് ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഡോക്ടർ BR അംബേദ്കറും മഹാത്മജിയും തമ്മിലുണ്ടായിരുന്നെങ്കിലും, അംബേദ്കറും മഹാത്മജിയും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പലതായിരുന്നു. പക്ഷെ അവർക്കിടയിൽ ഒരു വ്യക്തിപരമായ ബഹുമാനവും ആദരവും പരസ്പരം പുലർത്തിയിരുന്നവരായിരുന്നു അവർ. ഈ തയ്യാറാക്കിയ ഭരണഘടനയുടെ കരടുമായി ഡോക്ടർ BR അംബേദ്കർ വാർധയിൽ മഹാത്മജിയെ കാണാൻ ചെന്ന ചരിത്രമുണ്ട്. ആ ഭരണഘടനയുടെ അന്തസ്സത്തെ സംബന്ധിച്ച് മണിക്കൂറുകൾ നീണ്ടുനിന്ന അവരുടെ സംഭാഷണം ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ ചർച്ചയിൽ മഹാത്മജിയുടെ മുമ്പാകെ അംബേദ്കർ ഈ ഭരണഘടനയുടെ സവിശേഷതകളെപ്പറ്റി വിവരിച്ചപ്പോൾ, ആ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യത്തിലെ ഏറ്റവും ചെറിയ ജനസംഖ്യയുടെ ശതമാനമുള്ള മതവിഭാഗത്തെയും ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള മതവിഭാഗത്തിനും തുല്യ അവകാശം നൽകുന്ന ഭരണഘടനാ നിർദ്ദേശത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്, ഇതാണ് മാന്യമായ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഏറ്റവും ദുർബലനെ കൂടി
ഏറ്റവും സർവശക്തൻ ചേർത്ത് നിർത്തുന്നതിനെയാണ് മാന്യത എന്ന് പറയുന്നത് എന്ന് ഗാന്ധിജി തന്നോട് പറഞ്ഞതായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കറുടെ പ്രസംഗത്തിൽ അദ്ദേഹം സുവ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം മാന്യത കൽപ്പിച്ചൊരു ഭരണഘടനയായിരുന്നു നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഭരണഘടനാ ശില്പികൾ നൽകിയത്. ആ ഭരണഘടനയുടെ മുഖമുദ്ര മതേതരത്വമായിരുന്നു. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം. ഏതെങ്കിലും ഒരു മതം രാജ്യത്തിന്റെ ഔദ്യോഗിക മതമല്ല. അത്തരമൊരു ഭരണഘടന തയ്യാറാക്കിയ രാജ്യത്ത് 2014 നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന കാലം വരെയും ഇടയ്ക്ക് വാജ്പേയിയുടെ ഒരു 13 മാസക്കാലം ചില വെല്ലുവിളികൾ ഭരണഘടനയ്ക്ക് നേരെ ഉണ്ടായെങ്കിലും അവർക്ക് കാര്യമായി ഭരണഘടനയുടെ കാമ്പിനെ അതിക്രമിക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ അവർ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവർ ഈ രാജ്യത്തെ എല്ലാ മതങ്ങളും തുല്യരാണെന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടനയുള്ള രാജ്യത്ത് ഒരു മതത്തെ ചൂണ്ടിപ്പറഞ്ഞു. ഇവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളെന്ന് പതുക്കെ പറയാൻ തുടങ്ങി. ആദ്യം അവർ പ്രയോഗിച്ച ഭാഷ, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ നടത്തുന്ന ഏതെങ്കിലും നടപടികളിൽ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ പോകാം, നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോകാമെന്ന് അവർ ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങി. നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളൊക്കെ അതിനെ വലിയ കാര്യമായി എടുത്തില്ല. ഇഷ്ടമില്ലാത്തവൻ ഞങ്ങൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തവൻ പാകിസ്ഥാനിൽ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ വിയോജിക്കാനുള്ള അവകാശത്തെ നിരസിക്കുകയായിരുന്നു അവർ ചെയ്തത്. പതുക്കെ പാകിസ്ഥാനിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ ആളുകളോട് അവർ പതുക്കെ അവരുടെ ആഹാരപാത്രത്തിൽ കൈയിടാൻ തുടങ്ങി. നീ ഇന്നത് കഴിക്കാൻ പാടില്ല. മതപരമായ ആചാരത്തിന്റെ ഭാഗമായി മാംസഭക്ഷണം ശീലമാക്കിയ ചില ജനവിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരോട് പറഞ്ഞു, നീ ബീഫ് അല്ലെങ്കിൽ ഈ കാളയിറച്ചിയോ പശുവിറച്ചിയോ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. ആ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാളയിറച്ചിയും പശുവിറച്ചിയും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ പേര് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശ് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് BJPയുടെ ഗവൺമെന്റ്, യോഗി ആദിത്യനാഥ് എന്ന BJP മുഖ്യമന്ത്രി. ഇനി നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി കമ്പനിയുടെ പേര് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കാണാം, സംഗീത് സോം ആൻഡ് കമ്പനി. ആരാണ് സംഗീത് സോം? ഉത്തർപ്രദേശിലെ BJPയുടെ MLA ആണ് സംഗീത് സോം. നാട്ടിലെ മുസ്ലിം ജനവിഭാഗം പശുവിനെയും കാളയെയും തിന്നുകൂടാ. പക്ഷേ ഈ കാളയും പോത്തിനെയും പശുവിനെയും ലക്ഷക്കണക്കായി കൊന്ന് ഇറച്ചി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ BJPയുടെ MP സംഗീത് സോമിന് അവകാശം കൊടുക്കുന്ന ഇരട്ടത്താപ്പാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്നത്. അയാളുടെ മാത്രമല്ല, മഹാരാഷ്ട്രയിലെ ഒരു കിരീത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഇന്ത്യയിലെ ബീഫ് കയറ്റുമതി കാര്യത്തിലെ 2-ാം സ്ഥാനക്കാരൻ. ഇവരുടെ കമ്പനികളെല്ലാം കൂടി രാജ്യത്തുനിന്ന് കയറ്റുമതി ചെയ്യുന്ന, ഒരു വർഷം കയറ്റുമതി ചെയ്യുന്ന ബീഫിന്റെ വില 17 ലക്ഷം കോടിയാണ്. 17 ലക്ഷം കോടി രൂപയുടെ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് BJP നേതൃത്വം നൽകുന്ന രാജ്യത്തെ സർക്കാരുകളുടെ കീഴിലുള്ള കമ്പനികൾ. ആ കമ്പനികളിൽ പലതിന്റെയും ഉടമകൾ BJP നേതാക്കന്മാർ. അവർക്ക് ബീഫിനെ കൊല്ലാം, കയറ്റുമതി ചെയ്യാം, കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കാം. അതാണ് ഈ രാജ്യത്തെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ്. അങ്ങനെ പതുക്കെ അവന്റെ ആഹാരത്തിൽ കൈയിട്ടു. ബീഫ് കഴിക്കുക എന്നത് ഈ രാജ്യത്തൊരു മനുഷ്യൻ കൊല ചെയ്യപ്പെടാനുള്ള കാരണമാക്കി മാറ്റി നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത്. അതിനുശേഷം മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ, അവരുടെ വസ്ത്രധാരണത്തിൽ അവർ കൈവച്ചു. അവർ തലയിൽ തട്ടമിട്ടുകൂടാ. തലയിൽ തട്ടമിട്ടാൽ അവർ കൊല ചെയ്യപ്പെടുന്ന ആളുകളായി മാറും. അങ്ങനെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കടക്കലാണ് നരേന്ദ്രമോദി സർക്കാർ ആദ്യം കത്തിവെക്കാൻ തുടങ്ങിയത്.
ഇത് രാജ്യത്തെ മുസ്ലിങ്ങളോട് മാത്രമല്ല. ഒരു സമയത്ത് ചില ബിഷപ്പുമാരെങ്കിലും പറഞ്ഞു, ഈ BJPയുടെ ഈ അതിക്രമം രാജ്യത്തെ മുസ്ലിങ്ങളോടാണല്ലോ, നമ്മളോടല്ലല്ലോ എന്നവർ ആശ്വസിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് തലശ്ശേരിയിൽ ഒരു ബിഷപ്പ് പറഞ്ഞു, 1 കിലോ റബ്ബറിന് 300 രൂപ വെച്ച് തരാമെങ്കിൽ BJPക്ക് MP-യെ തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും പറഞ്ഞു. ആ ബിഷപ്പ് അത് പറഞ്ഞ് വായിൽ നാക്കിടുന്നതിന് മുമ്പ് അവര് 300 രൂപയാണ് 1 കിലോയ്ക്ക് ചോദിച്ചതെങ്കിൽ മണിപ്പൂരിൽ 3000 വെച്ച് ആ ബിഷപ്പിന്റെ മതത്തിൽപ്പെട്ടവർക്ക് BJP സമ്മാനമായി കൊടുത്തു. ഇത് നാളെ ഈ രാജ്യത്ത് ആർക്കും വരാവുന്ന ദുരന്തമാണ്. BJPയുടെ ഈ മതഭരണമെന്ന് പതുക്കെ തെളിയിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് ഒന്നൊഴിയാതെ ഒരു ചലച്ചിത്രത്തിലെ ദൃശ്യങ്ങൾ പോലെ കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. ഇതിനെ പാർലമെന്റിലും രാജ്യത്താകെയും മറ്റ് പാർട്ടികളെ കൂടി സംഘടിപ്പിച്ച് ഇതിനെതിരെ അതിശക്തമായ സമരമുഖത്തേക്ക് വരേണ്ട രാഷ്ട്രീയ ബാധ്യത കോൺഗ്രസിനാണ്. ആ കോൺഗ്രസ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ആ ദൗത്യം ഏറ്റെടുത്തോ എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കേരളത്തിലൂടെ കടന്നുപോയത്. ആ യാത്ര കന്യാകുമാരിയിൽ തുടങ്ങി കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡ് കഴിയുന്നിടം വരെ അതൊരു മതേതര ജാഥയായിരുന്നു. രാഹുൽ ഗാന്ധിയെ കണ്ട നല്ല കോലത്തിൽ, നല്ല ഷേവ് ചെയ്ത് നല്ല ചെറുപ്പക്കാരൻ ഇതുവഴി കടന്നുപോയി. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കാസർഗോഡ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ മനുഷ്യന്റെ വേഷം മാറാൻ തുടങ്ങി. അയാൾ പതുക്കെ ഹനുമാന്റെ വേഷത്തിൽ കാണാൻ തുടങ്ങി, ശ്രീരാമന്റെ വേഷത്തിൽ കാണാൻ തുടങ്ങി, സന്യാസിയുടെ വേഷത്തിൽ കാണാൻ തുടങ്ങി. ശരീരമാകെ ഭസ്മം പൂശി താടി വളർത്തി അമ്പലങ്ങളിൽ പോയി കുമ്പിടുന്ന കാഴ്ച നമുക്ക് കണ്ടു. വടക്കേന്ത്യയിലേക്ക് ആ യാത്ര പോയപ്പോ അയാൾ RSSനോട് ഈ ഭക്തിയുടെ കാര്യത്തിൽ മത്സരിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു. എവിടെയാണ് കോൺഗ്രസിന്റെ മതേതരത്വം? BJPയുടെ കടുത്ത വർഗീയതയോട് മൃദു വർഗീയത കൊണ്ട് അതിനെ നേരിടാനുടങ്ങുന്ന ബുദ്ധിശൂന്യന്റെ ചിത്രമായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയിലെമ്പാടും ജോഡോ യാത്ര അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടത്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഓരോ ചിത്രങ്ങൾ പരിശോധിക്കാം. രാജ്യത്ത് ഈ ബീഫ് നിരോധനം ഏർപ്പെടുത്തിയപ്പോ, BJPയുടെ ഗവൺമെന്റ് അതിന് നിരോധനം ഏർപ്പെടുത്താൻ തയ്യാറായപ്പോ BJP ഗവൺമെന്റിനെ തോൽപ്പിച്ചുകൊണ്ട് അതാദ്യം ഞങ്ങളുടെ സംസ്ഥാനത്താണെന്ന് പ്രഖ്യാപിച്ചത് അന്നത്തെ കോൺഗ്രസിന്റെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് ആയിരുന്നു. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യത്ത് 400 ആണ്ടിലേറെയായി മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്ന അവരുടെ ആരാധനാലയം 1992 നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മൗന അനുവാദത്തോടുകൂടി ബാബറി പള്ളി തകർത്ത സംഭവം, അതിനുശേഷം ആ തർക്കസ്ഥലത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. ആ കേസിൽ അവസാനം സുപ്രീം കോടതി ഒരു വിധി കൊടുക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞു, അദ്വാനിയും അന്നത്തെ BJPയുടെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ് അടക്കമുള്ള ആളുകൾ വളരെ ഏറ്റവും മോശപ്പെട്ട ക്രിമിനൽ നടപടിയാണ് കാട്ടിയത്. അതിക്രമിച്ച ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്തത് ഒരു കാരണവശാലും നിയമത്തിന്റെ മുമ്പിൽ ഒരു ന്യായവുമില്ലാത്ത അതിക്രമമാണ് നടത്തിയത്. പക്ഷേ അതിക്രമമാണെങ്കിലും ഞങ്ങളൊരു പുതിയ നിർദ്ദേശം വെക്കുന്നു. ആ അതിക്രമം കാട്ടിയവരെയെല്ലാം ഞങ്ങൾ വെറുതെ വിടുന്നു. ആ അതിക്രമം നടന്ന സ്ഥലത്ത് അതിക്രമിച്ചവർക്ക് അമ്പലം പണിയാം. അതിക്രമത്തിന് ഇരയായവർ അവിടുന്ന് 7 കിലോമീറ്റർ അകലെ പോയി വേറെ പള്ളി പണിയണം. ഇത്രയും സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അടക്കമുള്ള മുഴുവൻ മനുഷ്യനും രാജ്യത്തിന്റെ ഖജനാവിലേക്ക് കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നെടുത്ത് അയോധ്യയിൽ സർക്കാരിന്റെ ചെലവിൽ ക്ഷേത്രം പണിയുന്നു. അതേസമയം അന്ന് തകർക്കപ്പെട്ട മുസ്ലിങ്ങളുടെ ദേവാലയം ഇതുവരെ പണിഞ്ഞു കൊടുക്കാൻ ഒരു രാജ്യത്തെ മതേതര രാജ്യത്തെ ഗവൺമെന്റാണെന്ന് ഓർക്കണം, ഇതുവരെ തയ്യാറായിട്ടില്ല. ആ നടപടിയെ എങ്ങനെയാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് സ്വീകരിച്ചത്? കോൺഗ്രസിന്റെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് പറഞ്ഞു, BJPയുടെ നേതാവ്
മധ്യപ്രദേശിലെ തന്നെ BJPയുടെ നേതാവ് കൈലാസ് ജോഷി ആ ക്ഷേത്രം പണിയാൻ 1 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് കൊടുത്തത്. പക്ഷേ ഞാൻ 7 വെള്ളി ഇഷ്ടികകൾ കൊടുത്തു. അതോടൊപ്പം തന്നെ 15 ലക്ഷം രൂപ കൊടുത്തയാളാണ് ഞാൻ. കോൺഗ്രസിന്റെ നേതാവ് രാജീവ് ഗാന്ധിയുടെ മകൾ, ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, ആ തർക്കസ്ഥലത്തൊരു ക്ഷേത്രമുണ്ടാകുക എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമാണ് നരേന്ദ്രമോദി ഇപ്പൊ സാധിച്ചു തന്നത്. ഇതാണ് കോൺഗ്രസിന്റെ മതേതരത്വം. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പെടുത്ത സമയത്ത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്താ? രാജ്യത്തിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും രാജ്യത്തെ മനുഷ്യനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന, വിഭജിക്കുന്ന, അതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ പ്രേരകമാകുന്ന പൗരത്വ ഭേദഗതി നിയമം BJP രാജ്യത്ത് നടപ്പാക്കിയതിനെതിരെ അതിശക്തമായ നിലപാട് രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികളും അവരുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നു. പക്ഷേ അത് പറയാൻ കോൺഗ്രസിന് ധൈര്യമില്ല. കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ ഇതുവരെയും പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറയാൻ രാജ്യത്ത് തന്റെ ഇടം കാട്ടാത്ത ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസാണ്. അതുപോട്ടെ, പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി പറയാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നില്ല. BJPക്കെതിരെ കുരിശുയുദ്ധം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ആള് ഉത്തർപ്രദേശിലെ അയോധ്യയിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ BJPക്കെതിരെ മത്സരിക്കേണ്ടത്. അവിടെ മത്സരിക്കാതെ ഈ രാജ്യത്ത് BJPക്കെതിരെ ഏറ്റവും വലിയ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ മത്സരിക്കാൻ വയനാട്ടിൽ വന്നിരിക്കുന്നു. അവിടെ വന്നു നിന്നിട്ട് അദ്ദേഹം മത്സരിക്കാൻ ഒരുങ്ങുമ്പോ ആ മത്സരവേദിയിലേക്ക് അദ്ദേഹം ആദ്യമായി കടന്നു വന്ന ദിവസം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൊടി വീശാൻ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ത്രിവർണ്ണ പതാകയുമായി എത്തി. ആ ത്രിവർണ്ണ പതാകയുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയപ്പോൾ അവരോടൊപ്പം കോൺഗ്രസിനെ കേരളത്തിൽ താങ്ങി നിർത്തുന്ന കോൺഗ്രസിന്റെ മുന്നണിയിലെ ഏറ്റവും പ്രമുഖമായ ഘടകകക്ഷി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ചന്ദ്രക്കല ആലേഖനം ചെയ്ത അവരുടെ പച്ചക്കൊടിയുമായി വന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായത്, ഈ പച്ചക്കൊടി കാട്ടിയാൽ BJP ഉത്തരേന്ത്യയിൽ ഇയാൾ മുസ്ലിം പക്ഷപാതിയാണെന്ന് പ്രചരിപ്പിക്കും. അതുകൊണ്ട് BJP അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഹിന്ദു വോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ കൊടി മാറ്റാൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ കൊടി മാറ്റാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞു, ഞങ്ങളുടെ കൊടി മാറ്റിയാൽ നിങ്ങളുടെ കൊടി കൂടി മാറ്റണം. അങ്ങനെ സ്വന്തം കൊടി കൂടി ഈ BJPയുടെ ഭീഷണിക്ക് മുമ്പിൽ അടിയറ വെച്ചവൻ ഈ രാജ്യത്ത് എങ്ങനെ BJPയെ നേരിടും? അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. സ്വന്തം കൊടി BJPയുടെ ഭീഷണിക്ക് മുമ്പിൽ പിടിക്കാൻ ധൈര്യമില്ലാത്തയാൾ നാളെ എന്തിനു വേണ്ടിയും BJPക്ക് മുമ്പിൽ കീഴടങ്ങില്ല എന്ന് ആർക്കുറപ്പുണ്ട്? അതാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നത്. മറ്റൊരു കാര്യം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. BJPയുടെ ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് BJPയുടെ സാമ്പത്തിക നയത്തെ അതേ തരത്തിൽ അംഗീകരിക്കുന്നവരാണ് കോൺഗ്രസ്. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിതത്തെ അധോഗതിയിലേക്ക് നയിക്കുന്ന രാജ്യത്തെ പൊതുമേഖലാ സംരംഭങ്ങളുടെ വിൽപ്പന, ആ വിൽപ്പന നരേന്ദ്രമോദിക്ക് മുമ്പേ തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. മൻമോഹൻ സിംഗും നരസിംഹറാവു ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്താണ് ഈ രാജ്യത്തെ ഓഹരി വിൽപ്പന തകൃതിയായി നടത്തിയത്. രാജ്യത്തെ പൊതുമേഖലാ കമ്പനികളെല്ലാം വിറ്റുതൊലച്ചത്. ഇപ്പൊ ഏറ്റവും അവസാനം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വിലപിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞങ്ങളുടെ കാശില്ല, ഉണ്ടായിരുന്ന പണമാകെ BJP കേന്ദ്ര ആദായ നികുതി വകുപ്പിനെ കൊണ്ട് കണ്ടുകെട്ടിച്ച് മരവിപ്പിച്ച് ഞങ്ങൾക്ക് 1 പൈസ ചെലവഴിക്കാൻ പണമില്ലാത്ത സ്ഥിതിയിലാക്കി എന്ന് വിലപിക്കുന്ന കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോ പൂച്ചയുടെ ധാരണ ഈ പാല് കുടിക്കുന്നത് മറ്റാരും കാണുന്നില്ല എന്നാണ്. പക്ഷേ പൂച്ച അറിയണം, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പൂച്ചയെ കണ്ണടച്ചുള്ള പൂച്ചയുടെ പാല് കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ 2014 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. 2014-ലും 2019-ലും
BJP രാജ്യത്താകെ ഉയർത്തിയ ഒരു ആരോപണം, സോണിയാഗാന്ധിയുടെ മരുമകൻ ഇന്നലെ പത്തനംതിട്ട കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്താൻ വന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, അയാളുടെ പേര് റോബർട്ട് വദ്ര. അയാൾ ഹരിയാനയിലെ ഗുർഗാവ് എന്ന സ്ഥലത്ത് DLF എന്ന കമ്പനിയും അയാളും കൂടി ചേർന്നുകൊണ്ട് സംയുക്ത കമ്പനി, അവരുടെ സംയുക്ത സംരംഭത്തിന്റെ പേരിൽ ഗുർഗാവിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി, സർക്കാർ ഭൂമിയടക്കം അവരുടെ പേരിലേക്ക് കള്ളപ്രമാണം ചമച്ച് അവരുടെ പേരിലാക്കി. ആ ഭൂമി വിറ്റ കേസ് ഒരു വലിയ സാമ്പത്തിക അഴിമതിയായി BJP രാജ്യത്താകെ ഉയർത്തിക്കൊണ്ടുവന്നു. അതിന്റെ പേരിൽ BJP അധികാരത്തിൽ വന്ന 2014 ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസെടുത്തിട്ട് കേസിലെ ഒന്നാം പ്രതി സോണിയാഗാന്ധിയുടെ മരുമകൻ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, രാഹുൽ ഗാന്ധിയുടെ അളിയൻ റോബർട്ട് വദ്ര ഒന്നാം പ്രതി. രണ്ടാം പ്രതി DLF എന്ന കമ്പനിയുടെ ഉടമ ഒരു ഭാർഗവ് എന്ന് പറഞ്ഞ ആള്. ഇവർ പ്രതികളായ കേസ് 2019 തെരഞ്ഞെടുപ്പിൽ BJP രാജ്യമെമ്പാടും ഏറ്റവും ശക്തിയോടെ അവതരിപ്പിച്ച അഴിമതി കേസാണ്. ആ അഴിമതി കേസ് ഇങ്ങനെ 2014 അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് 2015 രജിസ്റ്റർ ചെയ്ത കേസ് 2019 വരെ ഈ പൂച്ച എലിയെ കൊല്ലുന്നത് ഒറ്റയടിക്കല്ല, തട്ടി 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 ഇങ്ങനെ ഇട്ടാണ് അതിനെ അവസാനമാണ് കൊല്ലുന്നത് എന്ന് പറഞ്ഞതുപോലെ 2015 രജിസ്റ്റർ ചെയ്ത കേസ് 2019 തെരഞ്ഞെടുപ്പ് കാലം വരെ അയാളെ ഇങ്ങനെ തട്ടി പോലീസ് അറസ്റ്റ് ചെയ്യുക, ജയിലിലടക്കുക, ചോദ്യം ചെയ്യുക, വീണ്ടും ജയിലിലടക്കുക. ഇങ്ങനെ റോബർട്ട് വദ്ര നിരവധി തവണ ജയിൽവാസവും അതേപോലെ തന്നെ പുറത്തിറങ്ങിയൊക്കെ ചെയ്ത ഈ കാലത്തിനിടയിൽ 2019 തെരഞ്ഞെടുപ്പ് വന്നപ്പോ BJP പറഞ്ഞു, ഈ കൊടി അഴിമതിക്കാരനെ ജയിലിനുള്ളിലാക്കാൻ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ കയറി കല്യാണം കഴിച്ച് അതിന്റെ സ്വാധീനം ഉപയോഗിച്ച് 2000 ഏക്കറിലേറെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി സ്വന്തം പേരിലാക്കിയ റോബർട്ട് വദ്ര എന്ന ഈ കൊള്ളക്കാരനെ അകത്താക്കാൻ BJPക്ക് ഒരിക്കൽ കൂടി അവസരം തരണമെന്ന് പറഞ്ഞാണ് 2019 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി രാജ്യത്ത് പാർലമെന്റിലേക്ക് മത്സരിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചു. ജയിച്ചതിന് ശേഷം പിന്നെ റോബർട്ട് വദ്രയെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ല, അയാളെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ അടുത്ത സമയത്ത് സുപ്രീം കോടതിയിൽ ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് എന്ന കൊടിയ അഴിമതിയിൽ 5 പൈസ വാങ്ങാത്തത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രം. CPIMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ കൊടിയ അഴിമതിയിലൂടെ നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തെ എല്ലാ നിയമവ്യവസ്ഥകളെയും അട്ടിമറിച്ച് ഇഷ്ടക്കാർക്ക് എന്ത് സഹായം ചെയ്യാനും ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന കൊള്ളയെ മറയാക്കി വലിയ അഴിമതി നടത്തുന്നു. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന് CPIM സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചു. ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി വിധിച്ചു, ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുക മാത്രമല്ല, രാജ്യത്തിലെ ഇലക്ട്രൽ ബോണ്ട് കളക്ട് ചെയ്യുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു, നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ വിധി വന്ന് 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ ആർക്ക് കാശ് കൊടുത്തു അതിന്റെ വിവരങ്ങളാകെ സുപ്രീം കോടതിയിൽ ഒരു കവറിൽ വെച്ച് തരണം. ആ കവറിൽ വെച്ച് തരുന്നതിന്റെ ഒരു കോപ്പി ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ അത് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. എന്താ നമ്മൾ കണ്ടില്ലേ, സുപ്രീം കോടതി വിധി വന്നിട്ടും നരേന്ദ്രമോദിയുടെ ബലമുണ്ട് എന്ന് കരുതി നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ചു. അവസാനം സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനെ അറസ്റ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അറസ്റ്റിന് മുമ്പ് അയാളുടെ ഒരു മാപ്പപേക്ഷ പരിഗണിച്ച് വീണ്ടും ഒരവസരം കൂടെ കൊടുത്തു. അയാൾ സുപ്രീം കോടതി ഹാജരാക്കിയിട്ട് ഒരു 4 മാസം വേണം ഞങ്ങൾക്ക് ഇത് തയ്യാറാക്കാനെന്ന് പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഏതാണ്ട് 24 മണിക്കൂറിനകം സകല രേഖകളും സുപ്രീം കോടതിയിൽ കവറിൽ കൊണ്ട് കൊടുത്തതോടൊപ്പം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ നമ്മൾ ചരിത്രം കണ്ടത്. എന്താ ഉണ്ടായത്? ഈ രാജ്യത്തെ കൊടിയ അഴിമതി നടത്തിയവരെല്ലാം ആ അഴിമതിയുടെ പേരിൽ ED പോയി അവരുടെ പേരിൽ കേസെടുക്കും.
കേസെടുത്താൽ അവർ BJPക്ക് ഇലക്ട്രൽ ബോണ്ടിൽ കാശ് കൊടുക്കും. ഇലക്ട്രൽ ബോണ്ടിൽ കാശ് കൊടുത്താൽ EDയുടെ കേസ് ഇല്ലാതാവും. ഇങ്ങനെ ഈ രാജ്യത്ത് EDയും ആദായ നികുതിയും NIAയും CBIയും എല്ലാം BJPക്ക് കാശുണ്ടാക്കി കൊടുക്കാനുള്ള കൂലിപ്പട്ടാളമായി അധപ്പതിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് കണ്ടത്. ആ കൂട്ടത്തിലാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ആർക്കൊക്കെ കൊടുത്തു എന്ന കഥ പുറത്തു വന്നപ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് 5 പൈസ ഇല്ല, ഞങ്ങൾ വീടാന്തരം കയറി പിച്ചയെടുത്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ പോകുന്നു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം നമ്മൾ കണ്ടു. സോണിയാഗാന്ധിയുടെ മരുമകൻ, രാഹുൽ ഗാന്ധിയുടെ അളിയൻ, ഇന്നലെ ഇവിടെ പ്രതിരോധത്തിന് വന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര തന്റെ ഭൂമി കുംഭകോണ കേസ് അവസാനിപ്പിക്കാൻ DLF എന്ന കമ്പനിയുടെ കൂടെ ചേർന്നുള്ള ആ കേസിൽ ഈ റോബർട്ട് വദ്ര 170 കോടിയാണ് BJPയുടെ ഇലക്ട്രൽ ഫണ്ടിൽ കൊടുത്തിരിക്കുന്നത്. BJPക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കാശ് കൊടുത്തത് രാജ്യത്ത് BJP എതിർക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ കുടുംബത്തിലെ കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റ്, ഇപ്പൊ കോൺഗ്രസിന് പ്രധാനമന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അളിയൻ, ആ വീട്ടിൽ നിന്ന് 170 കോടി രൂപ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുത്തു. ആരാണ് BJPയുടെ ആൾ? എന്നിട്ട് ഈ കേരളത്തിൽ വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ED എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് ചോദിക്കുകയാണ്. അമ്മയും മകനെയും നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞ പത്രത്തിന്റെ അതിന്റെ ഓഹരികൾ തട്ടിച്ച കേസിൽ 2200 കോടി രൂപയുടെ ഓഹരി തട്ടിച്ച കേസിൽ 72 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. ആ EDയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് സോണിയാഗാന്ധി രക്ഷപ്പെടാൻ ഹാർട്ട് ചികിത്സയുടെ രേഖകൾ കൊണ്ട് ഹാജരാക്കി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതുവരെ 1 മിനിറ്റ് ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ EDക്ക് ധൈര്യമുണ്ടായിട്ടില്ല, നിങ്ങളുടെ ഒരു അന്വേഷണ ഏജൻസിക്ക് ധൈര്യമുണ്ടായിട്ടില്ല. പിണറായി വിജയന്റെ പുറകിൽ 1/4 നൂറ്റാണ്ടായി നിങ്ങൾ നടക്കുകയാണ് ലാവിൽ നിന്ന് പറഞ്ഞ കേസ് കൊണ്ട്. ആ കേസ് BJP ഒരു പിണറായി വിജയന്റെ ഒരു രോമത്തിൽ തൊടാൻ ധൈര്യമില്ലാത്ത നിങ്ങൾക്ക് ഇപ്പൊ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ BJP അല്ല പറഞ്ഞത്, ഇന്ത്യ മുന്നണിക്ക് രാജ്യത്ത് കരുത്തു പകരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ ബ്ലോക്കിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാനാണ് ഈ കോൺഗ്രസിന്റെ നേതാവ്. ഇയാൾ ആരാണ്? BJPക്കാണോ? ഇയാൾ ഇടതുപക്ഷമടക്കമുള്ള ഇന്ത്യ മുന്നണിയാണോ ഇയാൾ സഹായിക്കുക? നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? ഇയാൾ അമേത്തിയിൽ നിന്ന് വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ പലരും കരുതി അവിടെ എല്ലാം പിടിച്ചടക്കിയിട്ട് ഇവിടെ കൂടെ പിടിച്ചടക്കാൻ വന്നതാണ്. പക്ഷെ എന്താ ഉണ്ടായത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ മതനിരപേക്ഷ ജനങ്ങൾക്ക് മനസ്സുള്ളവർക്ക് മനസ്സിലായത് അവിടെ വള്ളിയും പറിച്ചോടി ഇവിടേക്ക് വന്നവൻ ഇവിടെ മാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ആളുകളെ ആ സമയത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ കരുത്തിനെ ജനങ്ങൾ കരുതാതെ ഇപ്പുറത്തോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി.